ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ പുരോഗമനപരമാണ് എന്നാണ് വൈപ്പ്. അതായത് ജാതിപരമായി അല്ലെങ്കിൽ പുരോഗമനപരമായി ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. എന്തൊക്കെ വന്നാലും പുരോഗമന ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ആൾക്കാരെന്ന നിലയിലാണ് അവർ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്തിടെയായി കുറച്ചധികം CPM പ്രവർത്തകർ, CPM നേതാക്കൾ BJPയിലേക്കും കോൺഗ്രസിലേക്കും കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായ ഒരു CPMകാരനായ സുരേഷ് കുമാർ എന്നൊരു വ്യക്തി അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ചർച്ചയാവുകയാണ്. അതായത് CPM വിട്ട് BJPയിലേക്ക് പോയ വ്യക്തികളെ പറ്റി വളരെ മോശം പരാമർശമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിന്റെ മോഡറേറ്ററായ ജേർണലിസ്റ്റ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് മോശം പരാമർശമാണ് എന്ന് അവിടെ തന്നെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം സ്വന്തം പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് സ്വന്തം ആൾക്കാർ പോകുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ പറയാൻ ഇവർ മടിക്കാതിരിക്കുന്നത്? അല്ലെ, ഇവര് വളരെ അസ്വസ്ഥരാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ ആൾക്കാർ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പീഡനം സഹിച്ചും ഈ പാർട്ടിയിലെ അംഗങ്ങൾ കിടക്കുമായിരുന്നു. ഈ പാർട്ടിയാണ് വലുത്, ആദർശമാണ് വലുത്. മറ്റൊരു പാർട്ടിക്കും ഇത്രയും ആദർശമില്ല. ആദർശങ്ങളെയും പ്രത്യശാസ്ത്രത്തെയൊക്കെ മുറുകെ പിടിച്ച് ഈ പാർട്ടി, ഇടതുപക്ഷ പാർട്ടിയുടെ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കട്ട് തിന്നില്ല, മുടിക്കില്ല, അല്ലെങ്കിൽ പറ്റിക്കില്ല, ആദർശമുള്ളവരാണ് എന്നൊക്കെയായിരുന്നു. അത് മുൻകാല നേതാക്കൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആദർശമൊക്കെ വെറുതെ പോക്കറ്റിൽ അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് ആദർശവും കളഞ്ഞിട്ട് പിന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി അതിൽ കള്ളക്കണക്കും കാണിച്ച് കാശ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി നടക്കുന്ന പാർട്ടി സഖാക്കളെയൊന്നും ഇന്നിപ്പോൾ എല്ലാവരും അടിമകളായിട്ടൊന്നും കാണില്ല. മനുഷ്യന് വിവേകവും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് എന്തും അങ്ങ് ഉണ്ടതോടാതെ വിഴുങ്ങുന്ന കാലമൊക്കെ പോയി. അപ്പൊ അടിമകളല്ല. അതെ, ഈ പുരോഗമന ആശയങ്ങൾ നമ്മൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതരാണ് എന്ന് പറയുന്ന ആശയം ഫേസ്ബുക്കിൽ എഴുതിയിടാൻ മാത്രം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാർട്ടി അംഗങ്ങളായിക്കോട്ടെ മറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ അവരെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ്. അത് രാഷ്ട്രീയ മാന്യത പോലുമല്ല, ഒരു മാനുഷികമായി കാണിക്കാൻ പറ്റുന്ന ഒരു ബേസിക് മാന്യതയാണ്. അതുപോലും കാണിക്കാത്ത പാർട്ടി എന്നല്ല. അത് എനിക്ക് തോന്നുന്നു ഏത് പാർട്ടി ചെയ്താലും, ഏത് പാർട്ടിയിലെ ആൾക്കാർ ചെയ്താലും കഴിഞ്ഞ കുറച്ചു നേരം മുമ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തുന്നത് വളരെ മോശമാണ്. അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പരാമർശം എനിക്കിവിടെ പറയാൻ പോലും തോന്നുന്നില്ല, അതുപോലെ മോശം പരാമർശമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയ MV ഗോവിന്ദനും ഈ പരാമർശം ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏത് പാർട്ടി നടത്തിയാലും, നാളെ ഒരു BJPയുടെ നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയാലും ഈ ഉത്തരവാദിത്തം രാജീവ് ചന്ദ്രശേഖർ എടുക്കണമെന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ നിലപാട് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ പാർട്ടികളും വോട്ടിന് വേണ്ടി പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ, ജാതിയിൽ കുറഞ്ഞു നിൽക്കുന്ന എന്ന് അവർ വിശ്വസിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പിന്റെ ഈ സമയം ആയതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഗ്രാന്റുകൾ അനുവദിക്കുന്നു, അത് ചെയ്യുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. വോട്ട് അതൊരു വോട്ട് രാഷ്ട്രീയം മാത്രമാണ്. അവിടെ ഈ പറഞ്ഞ ജാതി വിവേചനങ്ങൾക്ക് അപ്പുറം നിന്ന് ചിന്തിക്കുന്ന നല്ല നേതാക്കളുടെ മുഖമൊന്നും അല്ല അതിൽ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഒരു വോട്ട് മാത്രമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് നമ്പർ എന്ന് പറയാം. ഇപ്പോ ഏത് പാർട്ടിയുടെ കാര്യവും എടുത്തു നോക്കട്ടെ, നമുക്ക് നിങ്ങളുടെ പിന്തുണ നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കി നിങ്ങൾ നിർത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ആശയവും ഇവിടെ ഉണ്ട് പല സ്ഥലങ്ങളിൽ. നമുക്കറിയാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള എത്ര പേർ മന്ത്രിമാരാകുന്നു. ഇപ്പോൾ ഒരു മന്ത്രിയാകുമ്പോൾ അതിനെ കൊട്ടിഘോഷിക്കാൻ ഇവിടെ PR വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ എത്ര പേർ മന്ത്രിമാരാകുന്നു, എത്ര പേർ പ്രതിദാനം ചെയ്യുന്നുണ്ട്, എത്ര പേർ MLA-മാരായി വരുന്നുണ്ട്, എത്ര പേർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചർച്ചയാവേണ്ട കാര്യം തന്നെയാണ്. എന്ത് തന്നെയായാലും ഈ പറയുന്നത് പോലെ ഒരു പൊതുമധ്യത്തിൽ വന്നിരുന്ന ഇത്തരത്തിലുള്ള പരാമർശം നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അല്ല, ഇതില് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ദേവികുളം MLA, അത് ദേവികുളം MLA കുറിച്ച് പറഞ്ഞു. പിന്നീട് CC മുകുന്ദൻ, ഇതില് നാട്ടികയിലെ ഇതില് നമ്മൾ ഏറ്റവും അടുത്ത് പറയാനാണെങ്കിൽ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്നത് CPMന്റെ അംഗമാണ്, CPM അംഗമാണ്. അത് കഴിഞ്ഞിട്ട് ഈ CC മുകുന്ദൻ CPIയുടെ അംഗമാണ്. അപ്പോൾ നമ്മൾ CPIയെയും CPMനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ CPIക്കാണ് കുറെയെങ്കിലും പിന്നെ വിവേകവും ബുദ്ധിയും ഒക്കെ കുറെ ക്ഷമാശീലം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് CC മുകുന്ദനോട് അവർ കാണിച്ചത് എന്ത് കൊള്ളരുതായ്മയാണ് അദ്ദേഹം കാണിച്ചത്. ഇത്രയും നല്ലൊരു സാമാജികനായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അതറിയാമല്ലോ, മേഘയ്ക്ക് അതറിയോ, AICC ഓഫീസിൽ അദ്ദേഹം പോയി തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ്, എന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് BJPയിലേക്ക് പോയത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന ആദർശമൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ.
ഞാനില്ലെങ്കിൽ ഭാര്യ മത്സരിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന പാർട്ടി സെക്രട്ടറി, അതിനെ സാധൂകരിക്കുന്ന മുഖ്യമന്ത്രി, അല്ലേ? ഇതൊക്കെ നമ്മളിവിടെ കാണുന്നതല്ലേ? ഇത് കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ നമ്മൾ പറയുമല്ലോ, കാലത്തിന്റെ ആവശ്യമാണ് ഒരെണ്ണം നശിച്ചങ്ങ് നാമാവശേഷമായി പോവുക എന്നുള്ളത്. ഇപ്പൊ ഇവരെല്ലാം തന്നെ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരാമർശിച്ചിട്ടുള്ള പല നേതാക്കളും എന്തുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ പറഞ്ഞ നേതാക്കളും പാർട്ടിയുടെ കോർ ടീമിലുള്ള ആൾക്കാരും എല്ലാം ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പീഡനമാണ്. അതെ, പീഡനമാണ്, വ്യക്തി സ്വാതന്ത്ര്യമില്ലാത്ത, നടത്തുക, സംസാര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പാർട്ടിയിൽ എത്ര നാൾ എല്ലാവർക്കും തുടർന്നു പോകാൻ കഴിയും എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അതിനുശേഷം അവർ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ബോധ്യപ്പെടാതെ വീണ്ടും കേൾക്കില്ല. അത് കേൾക്കാനുള്ള ഒരു സംവിധാനം, കേൾക്കാൻ ഒരു അവസരമോ അതിനൊരു സംവിധാനം, അതായത് നമ്മൾ ഒരാളെ പറയുന്നത് കേൾക്കാൻ ഒരു കേൾവിക്കാരനുണ്ടാവണമല്ലോ. അതുപോലെ ഈ പാർട്ടിയിൽ നിന്ന് കിട്ടും. അതെ. അപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, എന്നിട്ട് ഇതെല്ലാം മൈൻഡ് ചെയ്യാതെ നിങ്ങളെ ഞങ്ങളുടെ പാർട്ടിക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാടെടുത്തതിന് ശേഷം അവർ പാർട്ടി വിട്ട് പോകുമ്പോൾ അവരെ മനസമാധാനമായി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് വളരെ ബേസിക് ആയിട്ട് എടുത്തത്. ഈ സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയ എല്ലാ മനുഷ്യരെയും എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാണ് താങ്കൾ കാണാൻ പോയതല്ലേ? ഐഷ പോറ്റിയെ എന്തെല്ലാം ഇവർ കാണിച്ചെന്നുള്ളത് നമ്മളെല്ലാവരും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെന്ത് തെറ്റാ ചെയ്ത്? അവർ അമ്പലത്തിൽ പോയി, അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ഒന്ന് കുറി തൊട്ടു, അതൊക്കെയാണ് അവർ ചെയ്ത തെറ്റ്? എനിക്കറിയില്ല. ഇതൊക്കെയാണ് അവർ തന്നെ ചോദിക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ പോയതും അവിടെ കാണുന്ന അമ്പലത്തിലുള്ള ഞാൻ അറിയുന്ന പല രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെയും കാണും. അവരൊരു വക്കീലാണ്, മേഘയോട് സംസാരിച്ചതല്ലേ? അതൊരു ഉദാഹരണം മാത്രമല്ല. പിന്നെ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന നമ്മുടെ കോട്ടയത്തെ പഴയ MP ആയിരുന്ന അദ്ദേഹത്തോട് ഇവരെങ്ങനെയാണ് പെരുമാറിയിരുന്നത്? ഈ പാർട്ടി നമ്മളിപ്പോൾ നമ്മുടെ ജ്യോതിർഘോഷ് സാർ ഇവിടെ സംസാരിക്കാൻ വരുമല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് മനുഷ്യമുഖമില്ല. എന്നോട് സംസാരിച്ചപ്പോൾ ഒരു വിഷയം സാർ പറഞ്ഞു, മനുഷ്യമുഖമില്ലാത്ത പാർട്ടിയാണ്, ഒരു യന്ത്രമാണ്, യന്ത്രത്തിന്റെ പൽചക്രങ്ങൾ ഇളകി തുടങ്ങുമ്പോൾ ഇതങ്ങ് നാമാവശം. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു CPM-ന്റെ ഒരു പ്രവർത്തകൻ പറയുകയാണ്, ഇപ്പോൾ പാർട്ടിയിൽ വലിയ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്, CPM എന്ന പാർട്ടിയുടെ മൂല്യങ്ങൾക്ക് വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്, ഇനിയും ഒരു മൂന്നാം ഭരണം ഉണ്ടായാൽ, ഇടതുപക്ഷത്തിനൊരു മൂന്നാം ഭരണം കിട്ടുകയാണെങ്കിൽ CPM എന്ന പാർട്ടി തന്നെ നശിക്കുമെന്ന് പറയുന്ന നിലയിലേക്ക് പ്രവർത്തകർ പോകുന്നുണ്ട്. പക്ഷെ ഇതേ പ്രവർത്തകൻ അത് പാർട്ടിയിൽ തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അത് തന്നെയാണ് പറയുന്നവരുണ്ട് എന്നൊരു പക്ഷവും എനിക്ക് പറയാൻ കഴിയും. പറയുന്നവരുണ്ട്, പക്ഷെ അതൊന്നും അധികം മുകളിലേക്കൊന്നും എത്തില്ല. ഇന്നിപ്പോ ഒരു പ്രമുഖ മാധ്യമത്തിൽ അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നതിൽ മുഖ്യമന്ത്രി എന്ത് പിന്നെ യുക്തിപരം എന്ന് പറഞ്ഞാൽ അങ്ങ് പൊതിഞ്ഞു പിടിച്ച് അദ്ദേഹം ഒന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ ജനം അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ആരും കരുതണ്ട. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിലോ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗവും പാർട്ടിയെ മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരു വിഭാഗവും, അവർ തമ്മിലുള്ള ഒരു ശീതയുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. അധികാരം വേണമെന്ന് കരുതി നടക്കുന്ന ഒരു വിഭാഗം, മറിച്ച് ഈ പാർട്ടിയാണ് വലുത് എന്ന് ചിന്തിക്കുന്ന, ആശയമാണ് വലുത്, സംഘടനയാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. ഇവർ തമ്മിൽ യുദ്ധമാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. കാര്യം ഈ മൂന്നാമതൊരു ഭരണം കൂടെ വേണമെന്ന് പറയുന്നത് ഏത് ലോകത്ത് നിന്നുകൊണ്ടാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന്. ഇപ്പൊ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുക എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ തനിനിറം എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഇവർ സാധാരണ ഇപ്പോ പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞ് KPMS-ന്റെ ഒരു നേതാവുണ്ട്, മേയ്ക്ക് അറിയാം. അദ്ദേഹം വർഷാവർഷം അവരുടെ ഒരു സമ്മേളനം ഇപ്പൊ അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചവർ ആരൊക്കെയാണ്? ശ്രദ്ധിച്ചോ ആരൊക്കെയാണെന്ന്? മുഖ്യമന്ത്രി മുതൽ എത്രയോ മന്ത്രിമാർ വരെ സംസാരിച്ചിട്ടുണ്ട്. ഈ KPMS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇന്നതെല്ലാം വേണമെന്ന് ഈ നേതാവ് ശ്രീകുമാർ എത്രയോ തവണ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. പണ്ടൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലത്തെ കണ്ടിട്ടുണ്ട്, ഒരു മന്ത്രിസഭയിൽ 2 മന്ത്രിമാരെങ്കിലും ഉണ്ടാകുമായിരുന്നു പിന്നോക്ക സമുദായത്തിന്റെ. ഇന്നിപ്പോ ഒരു മന്ത്രി പോലും ഇല്ല. അവസാനം കേളുവിനെ കൊണ്ടുവച്ചു, കേളു പിന്നോക്കക്കാരൻ പോലും അല്ല. അപ്പൊ അതിന് സമയമില്ല, കച്ചവടത്തിനേ സമയമുള്ളൂ. കച്ചവടം പോക്കറ്റിലാക്കുക, അത്രയേ ഉള്ളൂ.